ഫാത്തിമ തെഹ്ലിയനെ ഇവിടെ വരുമ്പോൾ കണ്ടു. ഈ കൂട്ടിലിരിക്കുന്ന പലഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? ഒറ്റ ശ്വാസത്തിൽ പറയണോ? നിർത്തി പറഞ്ഞാൽ മതി. അറിയുന്നതുണ്ട്, അറിയാത്തതുണ്ട്. അപ്പം മൊത്തം പറയൽ റിസ്ക് ആണ്. ഇത് മലബാർ പലഹാരങ്ങളുടെ മാത്രം കടയാണ്. തനത് മലബാർ പലഹാരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇപ്പൊ ഷോപ്പുകളിലൊക്കെ അവരുടെ ഇൻവെൻഷൻസ് ഒക്കെ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നിലമ്പൂരിൽ ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും രാഷ്ട്രീയ നേതാക്കളെ മുട്ടിയിട്ട് നടക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയാണ്. നാട്ടുകാർക്ക് ഭയങ്കര ഒരു കൗതുകമായിരിക്കും. ഇപ്പോൾ ഇലക്ഷൻ എന്ന് പറഞ്ഞത് ഒരു കാർണിവലായി മാറിയോ? ഉപതെരഞ്ഞെടുപ്പ് പൊതുവെ ഒരു ഭയങ്കര ആവേശമാണല്ലോ. ഇവിടെ നിലമ്പൂരുകാർക്ക് നല്ലൊരു അവസരമാണ് കിട്ടിയത്. എല്ലാവരും, എല്ലാ MP-മാരും MLA-മാരും ഒക്കെ അവരുടെ മുറ്റത്ത് തന്നെയാണ്, എല്ലാ സംഘടനകളുടേതും. അപ്പോൾ അതിൻ്റെ ആവേശം എന്തായാലും ഇവിടെ ഉണ്ട്. ആര് ജയിക്കുന്നു അല്ലെങ്കിൽ ആര് തോക്കുന്നു, എന്താണ് രാഷ്ട്രീയ സാഹചര്യം എന്നൊന്നും ഞാൻ ഫാത്തിമയോട് ചോദിക്കുന്നില്ല. കാരണം ഉത്തരം വളരെ പ്രഡിക്റ്റബിൾ ആണല്ലോ. അപ്പോൾ എനിക്കറിയാമല്ലോ എന്തായിരിക്കും ഉത്തരം എന്ന്. അത് ചോദിക്കേണ്ട കാര്യം ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. എന്തായാലും ഇലക്ഷൻ വർക്കൊക്കെ ഉഷാറായി പോട്ടെ. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇവിടെ നിലമ്പൂരുകാരും അത്യാവശ്യം ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. ഓക്കെ, നല്ല ആത്മവിശ്വാസത്തിൽ ചായ കുടിക്കുകയാണ് ഫാത്തിമ. ഇങ്ങനെ ചായ കുടിക്കാൻ വന്നിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. ഹലോ, ഇവിടുത്തുകാരാണോ? അതെ. എന്താ ഇലക്ഷന്റെ ഒരു വൈബൊക്കെ എന്താ? ഭയങ്കര സെറ്റപ്പ്. എല്ലാരും റോഡ് ഫുൾ ബ്ലോക്കാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മളെ പരിപാടികളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഒരുപാട് ഇലക്ഷൻ ഇപ്പോൾ നിലമ്പൂര് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ഇലക്ഷൻ എന്തെങ്കിലും ഒരു പ്രത്യേകത അതിൽ കവിഞ്ഞു കാണുന്നുണ്ടോ? ഇവിടെ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി ആകെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വലിയ തോതിൽ സ്വരാജ് ജയിക്കാനാണ് സാധ്യത. വലിയ തോതിൽ സ്വരാജ് ജയിക്കും. വലിയ തോതിൽ, വലിയ ഭൂരിപക്ഷത്തോടുകൂടി സ്വരാജ് ജയിക്കും. താങ്കൾ ഇടതുപക്ഷ അനുഭാവിയാണോ? തർക്കമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ചായക്കട. നല്ല ചൂടുള്ള ഒരു ചായ കുടിച്ച ശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം.